നമസ്കാരം. നമസ്കാരം. അതായത് കെ ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരൂഹതകൾ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതിന് കാരണക്കാരായി എന്ന് പറയുന്ന IT ഉദ്യോഗസ്ഥന്മാർ അവരുടെ അന്വേഷണം നിർത്തിവെക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? അല്ല, IT അന്വേഷണം അങ്ങനെ നിർത്തിവെക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളൊന്നും അല്ല അവർ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ മരണം നടക്കുന്ന ദിവസം തന്നെ അവർ വളരെ കൃത്യമായി വന്ന് ചോദ്യം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം അവർ ചില ഡോക്യുമെൻറ്റുകളുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും CJ റോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ എറണാകുളത്തെ അവരുടെ മാനേജിങ് ഡയറക്ടറുള്ള ജോസഫ് അടക്കം നിരവധി ആളുകൾ പറയുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്നാണ്. പക്ഷേ മറ്റ് ചില ആളുകൾ പറയുന്നത് എത്ര അടുത്താൽ പോലും അദ്ദേഹത്തെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ചില ഡീലിങ്സുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നന്ദകുമാർ അറിയേണ്ടത്, ഒന്ന്, ഇൻകം ടാക്സിൻ്റെ അന്വേഷണമോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണമോ അങ്ങോട്ട് നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ അവർ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറത്ത് ചിലപ്പോൾ ഭയങ്കരമായ നടപടികളിലേക്ക് ചിലപ്പോൾ കടന്നു വരില്ല. കാരണം ബേസിക്കലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇനി പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്താലാണ് കുറേ കൂടി കാര്യങ്ങൾ പുറത്തേക്ക് വരുമായിരുന്നു. പക്ഷേ ഡോക്യുമെൻ്റ് വൈസ് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ ഇതിനകം തന്നെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ക്ലാരിറ്റിയുള്ള മറുപടികൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PMLA അട്രാക്ട് ചെയ്യും. PMLA അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ജാമ്യം പോലും സാധ്യമാവില്ല. പ്ലസ് ഒരു ബിസിനസ് തകരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. ആ ബിസിനസ് തകർച്ചയുടെ എല്ലാ പ്രശ്നങ്ങളും ഇദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരും. ഇതോടെ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് എത്തുകയാണ്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അവർ ദുബായിലേക്ക് പോകുന്നതിനെ കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് പോലീസ്. പക്ഷേ പോലീസ് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നന്ദകുമാർ അറിയേണ്ടത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ദുബായ് ഗവൺമെൻറ്റുകളുമായിട്ടും അവിടുത്തെ അതോറിറ്റീസുകളുമായിട്ടും നിരവധി കത്തിടപാടുകൾ ഇനീഷ്യേറ്റ് ചെയ്തിരുന്നുവെന്നും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് തങ്ങൾ പോകുന്നതെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം അന്ന് തന്നെ 2 മെസ്സേജുകളാണ് അയച്ചേക്കുന്നത്. ഒന്ന്, അനിയനോട് വൈകുന്നേരം ഇവിടെ എത്തണമെന്നും ബിഗ് ട്രബിൾ ആണെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, അദ്ദേഹം അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി പോയേക്കണത്. എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുന്നതൊക്കെ ആദ്യത്തെ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർ യഥാർത്ഥത്തിൽ ഈ ഫ്രൈഡേ 30-ാം തീയതി എന്ന് പറയുന്ന ദിവസം വളരെ കൃത്യമായി അവർ പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ ചില ഡോക്യുമെൻറ്റുകളുടെ ക്ലാരിഫിക്കേഷൻ മാത്രമേ ഇദ്ദേഹത്തിന് ചോദിച്ചിരുന്നുള്ളൂ. അതും നന്ദകുമാർ അറിയുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരേതാണ്ട് 2-ാം തീയതിയോ അല്ലെങ്കിൽ 3-ാം തീയതിയോ വേണമെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തേക്കണത്. അത്തരത്തിലുള്ളൊരു ക്ലാരിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ സാധാരണ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഞാനിത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അല്ലാതെ വേറൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ CJ റോയുടെയൊക്കെ കാര്യത്തിൽ ഇത് സത്യത്തിൽ ഇപ്പോഴൊന്നും തുടങ്ങിയ ഒരു എൻക്വയറി അല്ലെന്ന്, ഏതാണ്ട് 2016 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു എൻക്വയറിയാണ്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു സംഭവമാണെന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നതിൽ അർത്ഥം ഇല്ല. അല്ല, നേരത്തെ എനിക്ക് കിട്ടിയ വിവരം, അത് ദുബായ് ഗവൺമെൻറ്, UAE ഗവൺമെൻറ് കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു കൃത്യമായുള്ള വിവരങ്ങൾ കൊടുത്തിരുന്നു. അതായത് അവിടെ വ്യാപകമായ രൂപത്തിൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പണമിറക്കുന്നു, പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നു. അതിൻ്റെ സോഴ്സ് ചോദിച്ചപ്പോൾ ഇന്ത്യയിലുള്ള ലാഭമാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്, ഇറക്കിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് സംശയമുണ്ട്, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ അന്വേഷണം ആരംഭിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ എത്തിപ്പെട്ടതിൻ്റെ പീക്ക് ടൈമിലാണ് അദ്ദേഹം അതിൽ നിന്ന് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക, എങ്ങനെയാണെങ്കിലും സംഭവം നടന്നിരിക്കുന്നത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നന്ദകുമാർ പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ അന്വേഷണം ഏതാണ്ട് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. ഇതിൻ്റെ തുടക്കം എവിടെയാണ്, ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തന്നെ അവരുടെ ഒരു സെയിൽസ് മാത്രം ചെയ്യുന്ന 300-500 പേരൊക്കെയുള്ള വലിയ കമ്പനികളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പ്രസ്റ്റീജ് ഗ്രൂപ്പിനെ ചെയ്യും, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ചെയ്യും, മറ്റു പല ഗ്രൂപ്പുകളുടെയും ഒരുമിച്ച് ചെയ്യുന്ന സെയിൽസ് നടന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ചില കള്ളപ്പണവും അതുമായി ബന്ധപ്പെട്ട്, കാരണം അവിടെ 400 പേര് 4000 പേരൊക്കെയുള്ള ഓഫീസ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഓഫീസുകളിലേക്ക് ആദ്യം അന്വേഷണം വരികയും പിന്നീട് ആ അന്വേഷണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചില 5-6ഓളം വരുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിലേക്ക് കടക്കുകയും ആ ഗ്രൂപ്പുകളിലേക്ക് കടക്കുന്നതിനോടൊപ്പം കേരളത്തിൽ നിന്ന് ചില ഇൻഫർമേഷൻസ് കൂടി കേരളത്തിലെ IT ഉദ്യോഗസ്ഥർക്ക് കിട്ടുകയും, കാരണം മറ്റു ബിൽഡേഴ്സൊക്കെ ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നു. കാരണം ഇദ്ദേഹം വിട്ടിരുന്നത്
വിറ്റിരുന്നത് പലപ്പോഴും ഇപ്പോൾ സർജാപൂരിലെ തന്നെ അദ്ദേഹം വിറ്റിരുന്നത് 85 ലക്ഷം രൂപക്കാണ്. അവിടെ 1,20 ലക്ഷം രൂപയ്ക്കുള്ള. അപ്പോൾ അത്തരത്തിൽ വലിയ വില കുറച്ച് വിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാവും, ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. നേരെ തിരിച്ച് നന്ദകുമാർ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസം നേരെ തിരിച്ചാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ നിന്നുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റുകളും, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും IT ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ ദുബായിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങോട്ട് ഫണ്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അവരോട് ലെറ്ററിലൂടെ ഒഫീഷ്യലി ചോദിച്ചിരുന്നുവെന്നും, അവർ ചോദിച്ചപ്പോൾ അവർ ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം അവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ UAE പോലെയുള്ള ഒരു സംഭവത്തിൽ ചില ഒഫീഷ്യൽസ് ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ശ്രദ്ധ വേണം എന്ന് പറയുകയും ചെയ്തു. കാരണം ദുബായിലും UAE ഒക്കെ നിയമങ്ങളൊക്കെ മാറിയെങ്കിൽ പോലും അവിടെ അത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ട് ഈ കൊണ്ടുവരുന്ന ഫണ്ട് ഏതാണെന്നൊന്നും നോക്കില്ല. കാരണം അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ പോലും പല രാഷ്ട്രീയക്കാർക്കും 200 കോടിയൊക്കെ വലിയ ഫണ്ടുള്ള ആളുകളുണ്ട്. കാരണം അങ്ങനെ ഫണ്ട് കടത്തുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വളരെ ലളിതമായിട്ട് നോക്കിക്കാണാം. എല്ലാ രാഷ്ട്രീയക്കാരും മിക്കവാറും ദുബായി പോകാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ചോദ്യമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്നാണ് ഏറ്റവും ആദ്യം എൻക്വയറി ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ ആ എൻക്വയറിയോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവർക്കടക്കം അവിടെയുള്ള ബാങ്കുകളുടെ ലിങ്കുകളും ബാക്കിയുള്ളതൊക്കെ പരിശോധിച്ചപ്പോൾ വലിയ ഹ്യൂജ് ഫണ്ടുകൾ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് പോലും അല്ലാത്ത പല രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് വരികയും ആ ഫണ്ടുകൾ പലതും ഇന്ത്യയിലേക്ക് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മാറ്റിയതാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം. കാരണം വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇപ്പോൾ ആർക്കെങ്കിലും ഫണ്ട് വന്നാൽ അത് ഇന്ത്യ ഗവൺമെൻറ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആക്ച്വൽ പിക്ചർ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ ഫണ്ടുകൾ റോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പിക്ചർ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രശ്നം യഥാർത്ഥത്തിലുള്ളത്. അതായത് താങ്കൾ പറഞ്ഞ കാര്യം, അതായത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാര്, അതേപോലെ സിനിമാ രംഗത്തുള്ള ആളുകൾ, അതേപോലുള്ള പല മേഖലയിലുള്ള ആളുകളുടെ ഫണ്ട് ദുബായ് വഴി ഇങ്ങോട്ട് അദ്ദേഹം കടത്തുന്നു എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? നമ്മൾ തീർച്ചയായിട്ടും ഒരു റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എറണാകുളത്തൊക്കെ പോലും ഏതാണ് 5% കൊടുത്തുകൊണ്ട് ഇപ്പൊ അവിടെ നമ്മൾ ഫണ്ട് കൊടുത്താൽ ആ ഫണ്ട് ഇവിടെ കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയാം. അപ്പൊ അത് തന്നെ ഇപ്പൊ ചെറിയ ഫണ്ടുകളൊന്നും വരുന്നത് നന്ദകുമാരെ തുറന്ന് ഞാൻ പറയാം, ഒരാളും പിടിക്കുന്നില്ല. ഒരാളും ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, പിടിക്കാൻ പോകുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു വലിയ ഹ്യൂജ് ഫണ്ടുകളാകുമ്പോൾ അത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ആ ഹ്യൂജ് ഫണ്ടുകൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ സംശയം ഉണ്ടായിരുന്നു. ആദ്യം യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം വിചാരിച്ചിരുന്ന ഒരു കാര്യം, IT ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ആദ്യം വിചാരിച്ചിരുന്ന ഒരു കാര്യം കൂടി നന്ദകുമാരോട് ഞാൻ എക്സ്ക്ലൂസീവ്ലി പറയാം. അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പണം മേടിക്കുന്നതിന് പകരം, അതായത് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള എന്നൊരു ആരോപണം 1 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ളത് ഇവിടെ 50 ലക്ഷത്തിന് വിറ്റുണ്ടെന്നാണ്. അപ്പൊ ആദ്യം അവർ വിചാരിച്ചത് ഈ 50 ലക്ഷത്തിന് വിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെ വില കുറച്ച് കാണിക്കുകയാണെന്നാണ്. പക്ഷെ രണ്ടാമത് അവർ ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ബാലൻസ് പണം, അതായത് 20%, 30% ഒക്കെ പണം മാത്രം ഇവിടെ മേടിക്കുകയും ബാക്കി 70% പണം NRIകളുടെ അടുത്ത് വിദേശത്ത് മേടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നന്ദകുമാർ ഇപ്പൊ തുറന്നൊരു കാര്യം പറയാം. നന്ദകുമാർ ഇപ്പൊ ഒരു ബിസിനസ് എടുത്താണ്. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് 20% കാശ് ഞാൻ ഇവിടെ തരാം, ബാക്കി 70%, 90% അവിടെ തരാമെന്ന് നന്ദകുമാർ ഉറപ്പായിട്ട് ചെയ്യും, സമ്മതിച്ചു പോകും. പക്ഷെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പണത്തിന് പോലും ഒരു ലിമിറ്റ് ഉണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ വിചാരിക്കുന്നത്. കാരണം അതിന് പകരം മറ്റു പലരുടെയും ഫണ്ടുകൾ ഇപ്പൊ 100, 500 കോടി അല്ലെങ്കിൽ 1000 കോടിയൊക്കെ പോലുള്ള ഫണ്ടുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തുകയും അത് എന്ത് ചെയ്യുകയും ചെയ്തു, കൃത്യമായി റൂട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ചില പൊളിറ്റിക്കൽ പേ ഓഫ്സിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് കൂടാതെ വലിയ തോതിലുള്ള ചില ഷെയ്ഡി ഫണ്ട്സ്, ഇന്റർനാഷണൽ ഫണ്ട്സുകളും ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന് നോക്കുമ്പോഴുള്ള അപകടം എന്താണെന്നറിയോ? ഇവിടെ നിന്നുള്ള രാഷ്ട്രീയക്കാരുടെ ഫണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പ്രശ്നമുള്ളൂ. പക്ഷെ പ്രശ്നം ഇനി മറ്റേ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് വേറെ എന്തെങ്കിലും വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല, നന്ദകുമാർ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഫണ്ടുകളും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ മറുപടി പറയണമെങ്കിൽ എന്ത് വേണം? ആള് ജീവിച്ചിരുന്നാലേ പറ്റുള്ളൂ. ഇനി ജീവിച്ചിരുന്നാൽ മറുപടി പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിൽ വളരെ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം നേരത്തെ ഇത് കുറച്ചുകൂടി ലൂസായിരുന്നു. ഇപ്പോൾ കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കൊന്നും സങ്കടം തോന്നിയിട്ടില്ല. നേരത്തെ ഇത് കുറച്ചുകൂടി ലൂസായിരുന്നു. ഇത് പണമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് ആളുകൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും PMLA ആക്ടിലൊക്കെ ഉള്ള നിയമത്തിൽ വ്യത്യാസം വരുത്തുകയും അതിനുശേഷം വലിയ അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് കൂടാതെ ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി എടുത്ത വലിയൊരു തീരുമാനമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവരുടെ ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത ആര് ഫണ്ട് കൊടുത്താലും അവരെന്ത് ചെയ്യും? കൃത്യമായിട്ട് കയറി പിടിക്കും. അപ്പൊ അത് കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞാൽ ഭീകരമായ ഒരു ആർജവത്തോടുകൂടി അവർ കയറി പിടിക്കും. ആ പിടിക്കുന്നതിന്റെ ഒപ്പം ഇത്തരത്തിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഷെയ്ഡി ക്യാരക്ടേഴ്സിന്റെ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഏജൻസികൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ റോയ് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നാളെ താങ്കളടക്കം അല്ലെങ്കിൽ ഞാനടക്കം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഫണ്ട് കൊണ്ടുവന്നാൽ പെട്ടെന്നാലും സംശയിക്കാത്ത ഒരാൾ അങ്ങനെ ഫണ്ട് കൊണ്ടുവരട്ടെ എന്ന് അങ്ങനെ വിചാരിക്കും. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ മറ്റു പല ആളുകളും ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകളും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അവർ ഇന്ത്യയിലേക്ക് ഫണ്ട് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ടാവും. അതിനിടയിൽ നിന്ന് ശരിക്കും കൈ നനയാതെ എന്ത് ചെയ്യാം, വലിയ കോടികൾ സമ്പാദിക്കാം. ഇപ്പൊ നമ്മളൊരു 5000 കോടി രൂപയും കൂടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം അതിൽ നിന്ന് 500 കോടി രൂപ തരാൻ ആളുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെയൊക്കെ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ക്രൈസിസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ വീണ് പോയിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യതകൾ തേടിയാണ് ഇവർ പല കാര്യങ്ങളിലും അന്വേഷണം മുറുക്കിയത്. ആ അന്വേഷണം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഒരു 6 മാസം കൊണ്ട് ഇത് ഭയങ്കരമായി ജോയിയെ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നന്ദകുമാർ മനസ്സിലാക്കേണ്ട, അദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹത്തോട് നിർബന്ധമായിട്ടൂടെ വരണമെന്ന് പറഞ്ഞാൽ. അതെ അതെ അതെ. ഈ റെയ്ഡിന് മുമ്പ് ഞാൻ നന്ദകുമാറിനോട് സീരിയസ്ലി ഒരു കാര്യം പറയാം. ഇപ്പൊ ഇൻകം ടാക്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻകം ടാക്സ് പോലുള്ള ഒരു ഏജൻസി നമുക്ക് ആവശ്യത്തിലധികം ഒരു സമയം തരും. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഈ 3-ാം തീയതി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത 13-ാം തീയതി ആണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നും പറയില്ല. സോ ഇത് പോരാ, താങ്കൾ ഇപ്പൊ തന്നെ ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is something. കാരണം അങ്ങനെ എത്തണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കോടതികളുണ്ട്, അതിന് മുകളിലുള്ള അതോറിറ്റികളുണ്ട്. സ്വാഭാവികമായിട്ടും റോയിനെ പോലെ ആൾക്ക് ബന്ധങ്ങളില്ലാതിരിക്കില്ല, സൗകര്യങ്ങളില്ലാതിരിക്കില്ല. അദ്ദേഹം വിചാരിച്ചാൽ ഹരീഷ് സാൽവയെ പോലെ ഈ പറഞ്ഞ എക്കണോമിക് ഒഫൻസുകൾ വാദിക്കാൻ ഇന്ത്യയിൽ ഏത് കൊടിമൂത്ത വക്കീലും വേണമെങ്കിൽ ഇറങ്ങുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോടതി എന്ത് ചെയ്തതാണ്, സ്റ്റേ ചെയ്തതാണ്. പക്ഷെ കോടതിയിൽ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സുകാർ പോയി, സോളിസിറ്റർ ഡയറക്റ്റ് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സീരിയസ്ലി കേന്ദ്ര ഗവൺമെന്റ് കൂടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കാരണം അല്ലെങ്കിൽ നന്ദകുമാർ ഏതെങ്കിലും ബിസിനസ്സുകാരനെതിരെയുള്ള ഒരു കേസിന് സോളിസിറ്റർ ജനറൽ പോട്ടെ, ഒരു അഡീഷണൽ സോളിസിറ്റർ ജനറൽ പെട്ടെന്ന് ഹാജരാവോ? ഇല്ല. ഇതില് ഗൗരവമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സോളിസിറ്റർ ജനറൽ ഹാജരായപ്പോൾ കോടതി ഉടൻ തന്നെ, അതാണ് അതിന്റെ പ്രശ്നം, അതാണ് അതിന്റെ വിഷയം. നിങ്ങൾ അറിയേണ്ടത് ഈ ജനങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ഇത്ര മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഹാജരാകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മറ്റേ 1,000 കേസിന് മുഴുവൻ ഹാജരാകണ പുള്ളിക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതിൽ നിന്ന് ചെറിയിപ്പിക്ക് ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസിനായിരിക്കും ഇപ്പൊ ദണ്ഡപാണി അഡ്വക്കേറ്റ് ജനറൽ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഹാജർ ആകുന്നത്. ഇന്ത്യയുടെ കേസ് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം, 90 ലക്ഷം കേസ് കെട്ടിക്കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഒരു കേസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സോളിസിറ്റർ ജനറലോ, ഞാൻ പറഞ്ഞ അഡീഷണൽ സോളിസിറ്റർ ജനറലോ, തുഷാർ മത്തിയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും ഹാജരാകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് ബിക്കോസ് ഗവൺമെന്റ് ഹാസ് ടേക്കൺ ഇറ്റ്സ് വെരി സീരിയസ്ലി. ഇല്ലേ? ഗവൺമെന്റ്, ഞാൻ ഇനി ഒരു തമാശ പറയാം, പ്രമാദമായ എത്രയോ കേസുകൾ എവിടെ കിടക്കുന്നുണ്ട്, സുപ്രീം കോടതികളിൽ കിടക്കുന്നുണ്ട്, ഇവർ ഹാജരാകുന്ന പോലും ഇല്ല. നന്ദകുമാരൻ എനിക്കും അറിയാം. അങ്ങനെയുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ബോസുമാരുടെ പോലും അറിവോടുകൂടി ഈ അന്വേഷണ ഏജൻസികൾ സ്ട്രോങ് ആയി പോകാൻ തീരുമാനിച്ചപ്പോൾ റോയ് അതിനു മുമ്പ് വരെ വിചാരിച്ചിട്ടുണ്ടാവുക ഇവരാരെങ്കിലും പിടിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം തേടുന്നത്. പക്ഷെ അതുപോലും കിട്ടില്ല എന്നുള്ളത് റോയ്ക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയതിലൊക്കെ സങ്കടമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഫാക്റ്റാണ്. അതുകൊണ്ട് നന്ദകുമാർ പറഞ്ഞ പോലെ അന്വേഷണത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകും, മറ്റേ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് ചാനലുകളെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് പുറകോട്ട് പോകുന്നു വിചാരിക്കരുത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു 1.5 മാസമോ 6 മാസമോ സമയം ഗ്യാപ്പിനിടക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ലെന്ന് എന്ത് ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ജി പരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇത് അങ്ങനെ ഇൻകം ടാക്സുകാരുടെ അടുത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് പറയാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അന്വേഷണം മുറുകയാണ് യഥാർത്ഥത്തിൽ. റോയ് ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? റോയ് ജീവിച്ചിരുന്നെങ്കിൽ അൺഡൗട്ടഡ്ലി ജയിലിൽ പോയി. ഇന്ത്യയിൽ മാത്രമാണോ അതല്ല വിദേശത്തേക്ക് പോകാൻ സമയം കിട്ടില്ല. പിന്നെ എൻ്റെ ഒരു സംശയവും കൂടി ഞാൻ പറയാം, അതിൻ്റെ വൈഡ് ഗസ്സാണ്, സംശയമാണ്, താങ്കൾ ഇപ്പോൾ എഴുതി വെച്ചോ. റോയ് വിചാരിച്ചിട്ടുണ്ടാവുക
അവിടെ ജയിലിലാവുന്നതിൽ നല്ലത് ഇവിടെ ജയിലിലാവുന്നവര്. ഉം, ഉം. ദുബായിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒക്കെ ജയിലിലായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം എന്ത് ചെയ്യുന്നതാണ് ഇവിടെയാണ്. ഇവിടെ പിന്നെയും പരോളൊക്കെ കിട്ടും, നമുക്ക് എന്ത് ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ അതിനേക്കാൾ വലിയ കർക്കശമായിട്ടുള്ള നിയമമാണ്. അവിടെ ഇനിയിപ്പോ രാജകുടുംബത്തിൽ ഒരാൾ ജയിലിൽ പോയാൽ പോലും എന്ത് ചെയ്യില്ല, പുറത്തിറങ്ങില്ല. ഇപ്പൊ നമുക്കറിയാലോ സൗദി രാജകുമാരൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എത്ര സൽമാൻ തന്നെ എത്ര പേരെ പിടിച്ച് ജയിലിലിട്ട ജയിലാണ് അവിടെ. അപ്പൊ അതിനപ്പുറത്തേക്ക് വേറൊന്നും അവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇന്ത്യയിൽ ഈ വേറെ സ്ഥലത്തൊന്നും ജയിലിൽ പോകാൻ പോകില്ല, കാരണം ഈ നിയമങ്ങൾ കർക്കശമായതുകൊണ്ട് ഇവിടെ തന്നെ ജയിലിലായാൽ സ്വാഭാവികമായിട്ടും പിന്നെ പുറത്തേക്കൊന്നും എന്ത് ചെയ്യില്ല, വിട്ടുകൊടുക്കാനുള്ള സാധ്യത. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? ഈ ജയിലിൽ പോയി അതിനെ ഫേസ് ചെയ്യാൻ കഴിവുള്ള ഒരാള്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്മാരെ വെക്കാൻ കഴിവുള്ള ആള്, ഇത്തരത്തിലുള്ള എന്തൊക്കെ വന്നു മണി ലോണ്ടറിങ് ആയിട്ടുള്ള എന്ത് വന്നാലും നേരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരാള്, പണമുണ്ട് കയ്യിൽ, പിന്നെ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ആത്മഹത്യ? അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയിലിൽ പോകുന്നു എന്ന് പറയുന്നത് ഒരാൾ പോയി ജയിലിൽ കിടക്കുന്നു എന്നുള്ള ഒരു കാര്യത്തില്ല. ഇപ്പൊ ഞാനത് നന്ദകുമാറിനോട് പറയണ്ടായില്ല. ഇപ്പൊ നന്ദകുമാർ ജയിലിൽ പോയിട്ടുണ്ട്, നമുക്കറിയാം. നന്ദകുമാർ ജയിലിൽ പോകുമ്പോൾ നന്ദകുമാർ ജയിലിൽ പോയി അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. കാരണം നന്ദകുമാർ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സ്ഥാപനം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും. കാരണം ആളുകളൊന്നും നന്ദകുമാർ കാശ് തന്നില്ല. പകരം നന്ദകുമാർ വിചാരിച്ചു നോക്കിയിട്ടുണ്ട്, നന്ദകുമാർ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി അടുത്താണ്. നന്ദകുമാർ 1000 പേരുടെ ഒരു 20 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് വെച്ചേക്കാണ്. സ്ഥലം എന്ത് ചെയ്യുക, മറ്റേ നന്ദകുമാർ ഇത് ഒന്നാമത്തെ കാര്യം, ഈ ബിസിനസിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. നന്ദകുമാർ ഇതൊരു കൺസെപ്റ്റ് സെല്ലിംഗ് ആണ്. ഇപ്പൊ ഈ മൊബൈൽ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കാശ് മേടിക്കുമ്പോൾ മൊബൈൽ തരുന്നുണ്ട്, എന്റെ ഡീൽ അതോടുകൂടി കഴിഞ്ഞു. മറ്റതൊരു സ്വപ്നമാണ് വിൽക്കണത്. അതായത് ഈ വീട് ഇവിടെ പണിത് എന്തെങ്കിലും കൊടുക്കുമായിരിക്കും എന്നുള്ള ധാരണയാണ് വിൽക്കുന്നത്. അതിന് എത്ര 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം 2 കൊല്ലം ഗ്യാപ്പിട്ടാണ് ഒരു കരാർ എഴുതുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, കൂടാതെ നിങ്ങൾ മാസഗഡുക്കൾ ചിലപ്പോൾ മേടിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാം മേടിച്ചേക്കണ 10,000 പേര് വന്നിട്ട് ഒരു 500 പേരോ 1000 പേരോ നന്ദകുമാറെ ഇത് പണം തിരികെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്കിയുണ്ട. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കേസേ ഉള്ളൂ, ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റേ ഉള്ളൂ. ഒരു 150 കേസ് വേറെ വരും. എന്ത് പണം കൊടുക്കാനുണ്ട്. ഈ പണം കൊടുക്കാനുണ്ട് എന്ന് പറയുന്നവർ മുഴുവൻ പറയാൻ പോണ കേസ് എന്താന്ന് നന്ദകുമാറിന് അറിയാലോ. 420 ചീറ്റിംഗ് കേസ് എടുക്കും. ഈ ചീറ്റിംഗ് കേസ് എന്താ, നിങ്ങളെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി റോയ് എന്ത് ചെയ്തിരുന്നു, പണം വാങ്ങിയിരുന്നു. അപ്പൊ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തിന്റെ മറ്റേ ഇത് ക്ലിയർ അല്ലായിരുന്നു, അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പണം വാങ്ങി. ഇങ്ങനെ കേസുകൾ നിരവധി വരും. അത് വളരെ കൃത്യമായി റോയിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഗംഭീരമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ തലവേദനയാവും, അപ്പൊ അതുകൊണ്ട് പ്രശ്നമാവും. പിന്നെ വേറെ ബിസിനസ്സുകളൊന്നും കയ്യിൽ വലുതായിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒന്ന് ചീത്തപ്പേര്, രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ ജയിൽവാസം, മൂന്നാമത്തേത് സ്വന്തം ബിസിനസിന്റെ തകർച്ച. ഈ തകർച്ച തുടങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ, 20 കൊല്ലം മുമ്പ് കാശ് കൊടുക്കാനുള്ള വരെ വരും. അതായത് ബിസിനസ് തുടങ്ങിയപ്പോൾ ചിലപ്പോൾ ഒരു മെറ്റൽ അടിച്ചവന് കാശ് കൊടുക്കാനുണ്ടാവും 1600 രൂപ. അവൻ വരെ വന്നിട്ട് പറയും എനിക്ക് 1600 കിട്ടാണ്ട് എന്റെ കള്ളത്തിനാന്ന് പറയും. നമ്മളിപ്പോ ആപ്പിളിന്റെ പ്രോപ്പർട്ടി തകർന്നപ്പോ എന്താ കണ്ടത്, തകർന്ന മൊമെന്റിൽ, തകരുമെന്ന് മനസ്സിലാക്കുന്ന മൊമെന്റിൽ വേറെ 500 കേസ് കൂടി വരും. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ നിരവധി വരും. ഇത് വലിയ കുരുക്കിലേക്ക് പോകും. യഥാർത്ഥത്തിൽ റോയിനെ പോലുള്ള ആൾക്ക് അതിനെയൊന്നും അതിജീവിക്കാനുള്ള അത്രയും കരുത്തില്ല. കാരണം അദ്ദേഹം പല പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രതിസന്ധികളിലൊക്കെ ആളുകൾ വെറുതെ വാഗൊണ്ട് പറയുമെങ്കിൽ പോലും അടിച്ച് താഴെ വീണ് നിലം പൊത്തിയതിനു ശേഷം കൈകുത്തിയൊക്കെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരാളും സമ്മതിക്കില്ല. കാരണം ഇപ്പൊ ഒരാള് ഒരു തട്ടിപ്പ് കേസ് ആണെന്ന് പറഞ്ഞൊരു വാർത്ത വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന റോയിയുടെ കേസിൽ വാർത്ത വന്നു എന്ന് വിചാരിക്കട്ടെ, പിന്നെ റോയി എന്ത് ബിസിനസ് തുടങ്ങിയാലും എന്ത് ചെയ്യും, അതിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എല്ലാ പരിപാടികളും തകരും. എൻ്റെ അടുത്ത് കഴിഞ്ഞോടെ ഇത് ഇതേ കേൾക്കൊന്നും ചെയ്യും. 2005 മുമ്പല്ല, 2005 മുമ്പുള്ളതിനേക്കാൾ 10 ഇരട്ടി താഴ്ചയിലേക്കും കൂടി പോകും. പിന്നെ അങ്ങനെ ഇല്ലാത്ത ഒരേ ഒരു സെഗ്മെന്റ് ഉള്ളു, അത് ആരാന്നറിയാമോ, 2 ആളുകളേ ഉള്ളൂ. ആ 2 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാധ്യമം നടത്തുന്നവർക്ക് കുഴപ്പമില്ല, അതേപോലെ തന്നെ എന്തില്ല രാഷ്ട്രീയക്കാർക്ക് ഒട്ടും കുഴപ്പമില്ല. കാരണം അവരുടെ മൈലേജ് ഉയരും. നിൽക്കാൻ അറിയുന്നവനാണെങ്കിൽ അവന്റെ മൈലേജ് വരും. കാരണം അവൻ എന്ത് പറഞ്ഞാലും അവനോട് സാമ്പത്തികമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തകർച്ച ഭീകരമായിരിക്കും. അതിനെ നേരിടാൻ ഒരിക്കലും കഴിയില്ല. കേസുകളിൽ മേൽ കേസുകൾ വരും, ജയിലുകളിൽ തന്നെ കിടക്കേണ്ടി വരും. ഈ അവസ്ഥയിൽ നിന്ന് നേരത്തെ മുൻകൂട്ടി കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത്. അദ്ദേഹം അതൊന്നും നേരിടാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഓക്കെ, താങ്ക് യു.